ഹായ് ഫ്രണ്ട്സ് ടൊരട്ട് വാ അങ്ങനെ ജംഗുക്ക് ജിമിൻ വായ പറഞ്ഞ ഹീറോയിൻ്റെ മൊത്തം നോക്കി ഫ്ലാറ്റായി അപ്പോ എന്ന് പറയാം വി പറയുന്നത് എന്തായി നോക്കുന്നു ഇവർ രണ്ടുപേരെന്ന് വി തിരിഞ്ഞ വി ഫ്ലാറ്റ് മൊത്തത്തിൽ മൂന്ന് പേരെ ചൊല്ലു വിട്ട് സൈറ്റ് അടിച്ചുകൊണ്ടു ഇത് ആറും പോയിരുന്നു ആറും എന്താ ഒരു ശുദ്ധി ഇല്ലല്ലോ എന്ന് തിരിഞ്ഞ് നോക്കും മൂന്ന് പേര് ഹീറോയിൻ്റെ റൂം നോക്കുക അവർ ഇറങ്ങി താഴെ പോയായിരുന്നു തിരിഞ്ഞു നോക്കുക അവരും അവിടെ മീറ്റിരുന്ന് മൂന്ന് പേര് വായ പൊളന്നുണ്ടായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഷോക്കായിരുന്നു ഇവരെന്താ നോക്കുന്നതിനകത്ത് ഇങ്ങനെ ആറും നോക്കായിരുന്നു ഹീറോയിനെ നോക്കി ആറാമക്ക് കണ്ണു പുറത്തായി എന്താ ഇത് ഇവളാരാന്ന് ആറും വാന്ന് വായ വളർന്നായിരുന്നു ജെ ഹോപ്പി പോയ ഹോപ്പി ജേഹബ് വന്ന് നോക്കൂ ജേഹബ് വന്നായിരുന്നു വാടാ നമ്മൾ പോയി നോക്കാം ഇവരെന്താ ഇവർ കാണുന്നില്ലെന്ന് ബാക്കി അവർ ഇടച്ച് വന്നായിരുന്നു വേണ്ട ആൻറ്റി ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ ഇറങ്ങി കയറി വന്ന് നോക്കുമ്പോൾ എന്താ ഹാറും ഇവർ നാലുപേർക്ക് എന്ത് പിടിച്ചെന്ന് അവർ നോക്കുമ്പോൾ അവർക്ക് നോക്കാം അവർക്ക് ഷാക്കായിരുന്നു എന്താ ആരടാ ഇത് എന്ന് പറഞ്ഞു അങ്ങനെ വായപ്പോൾ ഈ പോകുന്നില്ല ഹീറോയുടെ അച്ഛൻ വന്നായിരുന്നു ഇവരെന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് പറയാം ഹോബി ജേഹബിനെ പറയായിരുന്നു അങ്ങനെ വിളിച്ചായിരുന്നു ജേഹബിനെ വിളിച്ചോണ്ട് പോയപ്പോൾ ഇവർക്ക് എന്ത് പറ്റിയെന്ന് ഹീറോയിൻ ഓരെന്താ നോക്കുന്നത് ഹീറോയിൻ്റെ അച്ഛൻ വന്ന് നോക്കുക ഹീറോയിൻ്റെ അച്ഛൻ ഷാക്കായിരുന്നു ഇവളൊക്കെ വാതിൽ തക്കിൻ്റെ ഇങ്ങനെയായിട്ട് വിളിക്കായിരുന്നു അവരും ജിന്നിങ്ങനെ അവർ ഏഴുപേരെ പേര് വിളിക്കുക അവർക്ക് ഷോക്കായിരുന്നു അങ്കിൾ എന്നാ ഇവിടെ ചെയ്യുന്നത് എൻ്റെ മോളെ റൂമിൽ അങ്കിൾ അത് എന്താ ആറും മനസ്സിലായി എന്താ നിങ്ങളെ മോളാ അതടാ എൻ്റെ മോളാ എന്തിനാ പെണ്ണ് കാണാതെ മറി ഇല്ല അങ്കിൾ ഇവള് ക്യൂട്ടായി ചബ്ബി ആയിട്ടുണ്ട് എന്ന് ജിമ്മിന് പറയായിരുന്നു ഇത് കേട്ട ആറമ്മൻ അതേന്ന് ഏഴുപേർ തലാട്ടായിരുന്നു ഇത് കണ്ട് ഹീറോയുടെ അച്ഛനക്ക് ഇവർക്ക് എന്ത് പറ്റിപ്പോൾ എൻ്റെ മോളെ നോക്കി മൊത്തത്തിൽ ഫ്ലാറ്റായോ ശരി ശരി ശ്രദ്ധിക്കാം ഹീറോയിൻ്റെ അച്ഛൻ ശരി ശരി നോക്കിക്കോളാം ഇത് കാര്യം വന്നിട്ട് കുറച്ച് ഡൗട്ടുണ്ട് ഇങ്ങനെയായിട്ട് ഓർമ്മ പോയായിരുന്നു അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൽ എന്തൊക്കെയായിരുന്നു ഓർമ്മയുടെ പുസ്തകമൊന്നായിരുന്നു അങ്ങനെ ഏഴുപേർ പോയി ഹീറോയിനെ ഓർത്ത് അവർക്ക് വർക്കും പറയില്ലായിരുന്നു എങ്ങനെ പറഞ്ഞായിരുന്നു ഈ കാര്യം രാവിലെ പിന്നെ അവർ ലേറ്റായി ഉറങ്ങും അവർക്ക് ഓൾറെഡി പോയി ഉറങ്ങായിരുന്നു ഹീറോയിൻ്റെ അച്ഛനും കുറച്ച് ലേറ്റ് അവരെല്ലാം വിളിച്ചായിരുന്നു ഹീറോയിൻ്റെ അച്ഛനും സംസാരിക്കായിരുന്നു ആറാമൻ്റെ മമ്മീൻ്റെ പിന്നെ ടീച്ചേഴ്സ് മമ്മിയുടെ കാര്യം സംസാരിക്കാനും ഒരു കാര്യം ഞാൻ പറയാം എന്താ പറയുക അല്ല ആറും അവർക്ക് ഏഴുപേർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നെ ഹീറോയിൻ്റെ മമ്മിയോട് കേൾക്കായിരുന്നു അതേടാ എനിക്ക് അതെ എന്താ പറയുന്നൊരു കാര്യമുണ്ട് ചേട്ടാ അവർക്ക് ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാ എൻ്റെ മോളെങ്ങനെ നോക്കൂ എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ മമ്മിക്ക് ഷോക്കായിരുന്നു എന്താ ചേട്ടാ സംഭവിച്ചത് നടന്ന കാര്യം മൊത്തം പറഞ്ഞു ഇത് കേട്ട മമ്മിക്ക് കുറച്ച് ഡൗട്ടായി എന്താ നിങ്ങൾ പറഞ്ഞേ അതെ ഞാൻ നോക്കായിരുന്നു ഇവർ ഏഴുപേര് എന്ത് തിന്നത് സാധനം കണ്ടവര് ആന്ന് വായ വളർന്ന് നോക്കായിരുന്നു ഏഴുപേർ ഞാൻ പോയ കൊണ്ട് എനിക്ക് അറിഞ്ഞേ ശരി ഇവരെന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം ശരി ഓക്കെ ഒരു വില ഇവർക്ക് ഏഴുപേർക്ക് ഇവിടെ പിടിച്ചിനാ നമുക്ക് ഇവർക്ക് ഏഴുപേർക്കും മാരേജ് ചെയ്ത് കൊടുക്കാം എന്ന് ഹീറോയിൻ്റെ മമ്മി ഡാഡി പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഹീറോമാരുടെ മമ്മിക്ക് ഡാഡിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹീറോയിന് ഞങ്ങളെ മറുമോള് അങ്ങനെ അവരോട് പറഞ്ഞു ഹീറോയിൻ അമ്മയോട് പറഞ്ഞതിന് ഞങ്ങൾക്ക് ഓക്കെയാണ് ഒരുവേള അവർക്ക് പിടിച്ച മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു നോക്കാം വേണമെന്ന് ഹീറോയിൻ വിളിക്കുക ഹീറോയിൻ ഇങ്ങനെയൊക്കെ അവർ ഇറങ്ങി വന്നതാണ് ഹീറോയിൻ നല്ല സൂപ്പറായിട്ട് ഒരു സാരി ഹീറോയിൻ്റെ അമ്മ പറയാൻ തുടങ്ങി അതെ അതേ സാരി ഹീറോയിൻ പറഞ്ഞ ഒരു ബ്ലൂ സാരി എടുത്ത് വന്നായിരുന്നു അമ്മ കൈ പറഞ്ഞ ഒരു മാതിരിയുണ്ട് എന്താ ഹീറോയ്ക്ക് സാരി എടുപ്പിച്ച് കുറച്ച് ഹിപ്പ് റിവിൽ മാറി നീ കുക്ക് ചെയ്യുമാ എന്ന് പറഞ്ഞ് അവർ ഇന്ന് കോഫി കുടിക്കുന്ന മാതിരി ഏഴുപേരെ ഓരോ നാളെ ഇറങ്ങി മമ്മി എന്ന് പറഞ്ഞു വാടാ ഡിന്നർ ഇത് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞു എന്നാ മമ്മി ഇന്നിവിടെ ഫുഡുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ ഹീറോയിനോ ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ 4 പേരെ ഇവരെ നോക്കായിരുന്നു 7 പേര് ഹീറോയിൻ നോക്കി ജെല്ല് വിട്ട് സൈറ്റ് അടിക്കുക ഹിപ്പ് നോക്കുക ഇത് നോക്കുക ഇതാ 2 പേര് മമ്മി നോക്കാൻ തുടങ്ങി അവർക്ക് വായ കൈ വെച്ചായിരുന്നു എന്താടാ നീ ചെയ്യുന്നത് ആറമ്മ മമ്മിക്ക് ഷോക്കാ ഹീറോയിൻ മമ്മിക്ക് ഷോക്കായിരുന്നു ഡാഡി നോക്കായിരുന്നു അവർക്ക് പിടിച്ച ഇതെന്ത് റെക്കോർഡാ നോക്കുന്നത് പറഞ്ഞ അയ്യോ ഇവരെന്ത് ചെയ്യുന്നത് ഹീറോയിന് സൈറ്റ് അടിക്കായിരുന്നു ഹിപ്പ് നോക്കുക എന്ന് വായ ഓർക്കായിരുന്നു ആറാമൻ്റെ അച്ഛന് ആറാമനടുത്ത് സോപ്പായിരുന്നു സോഫയുടെ ഇരുന്ന് ആറാമക്കും അറിയില്ല അച്ഛനോട് വന്നിരുന്നു അച്ഛനടുത്ത് പറ്റിയിരുന്ന് അയ്യോ ഇന്ന് കാണാൻ ബ്യൂട്ടിഫുള്ളായി എനിക്കുള്ള കല്യാണം കഴിക്കണം എന്ന് ആറും ഓരോന്നും കാര്യം പറഞ്ഞില്ല അച്ഛനക്ക് ആറാം എന്ന് പറഞ്ഞ ആറാമക്ക് ഷോക്കായിരുന്നു അച്ഛാ എന്താണ് ഞാൻ പറഞ്ഞത് ഇല്ല അച്ഛാ അത് ആറാം പറഞ്ഞ അവളെ കിസ് അടിക്കണമെന്ന് പറയായിരുന്നു ഇത് അച്ഛൻ കേട്ട് എനിക്ക് എന്താടാ പറയുന്നത് ഇല്ല അങ്ങനെ ഹീറോയിനെ കാണുമ്പോൾ സൈറ്റ് അടിക്കായിരുന്നു എന്നെ വേണു എന്ന് പറയായിരുന്നു അങ്ങനെ ഹീറോയി കോളേജിൽ പോകുന്ന ടൈമായി അച്ഛാ എനിക്ക് കോളേജിൽ പോകുന്ന ലേറ്റായി ശരി പറഞ്ഞ ഹീറോയി പോയായിരുന്നു ആറും പറയുന്നു കോളേജിക്കാ അതേടാ ആറും കോളേജിൽ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയിൻ്റെ കോളേജിൽ പറഞ്ഞിരുന്നു അങ്ങനെ 7 പേര് ഹീറോയിൻ്റെ കോളേജ് അതെ കോളേജൊക്കെ അവർ വന്നിരുന്നു
ആ ഹീറോ കോളേജിലേക്ക് പോയിരുന്നു ഇറങ്ങി വന്നു വെളിയിൽ വരുമ്പോൾ അർജുൻ ഉണ്ടായിരുന്നു. അർജുൻ ഹീറോയിനൊക്കെ സൈറ്റ് അടിക്കായിരുന്നു. ഹായ് സീനിയർ എന്ന് പറഞ്ഞു. ഇത് 7 പേർ നോക്കടാ 7 ടെൻഷനായി. ആ അർജുൻ പറയാം ഹായ് പ്രിയ എന്താ. ഇല്ല സീനിയർ എന്ത് തന്നെ പറയായിരുന്നു. സീനിയർ പറഞ്ഞ ഓ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്നാ റോസ് എന്ന് പറഞ്ഞ താങ്ക് യു സീനിയർ എന്ന് പറഞ്ഞ് പോയിരുന്നു. 7 പേർക്ക് കൊതിക്കുന്നു. അയ്യോ സീനിയർ ക്യൂട്ടായിടാ എന്ന് പറയായിരുന്നു. അങ്ങനെ ആ സീനിയർ പാട്ട് പാടുക ഫ്ലോർ ഏറിയ ഇത് കാണുമ്പോൾ 7 പേർക്ക് ടെൻഷനായി. ഹീറോയിൻ്റെ ഫ്ലവറായിട്ട് പാട്ട് പാടാം. ഇത് കാണുമ്പോൾ 7 പേർക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഇട്ട് അയ്യോ ക്യൂട്ടായിട്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ നഗസ്മാൽ ചെയ്ത് പോയിരുന്നു. ഇത് കണ്ട് 7 പേർക്ക് ടെൻഷനായിരുന്നു. ആരെടാ ഇത് എന്ന് പറഞ്ഞ ആൾക്ക് 7 പേർക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോയിനെ ഫോളോ ചെയ്ത് വരുമ്പോൾ സീനിയർ കൂടെ ഫോളോ ചെയ്ത് പോകുന്നതായിരുന്നു. ഇങ്ങനെ കോളേജ് പോയി ഹീറോയിനെ നോക്കുമായിരുന്നു. അവർക്ക് ടെൻഷൻ വീട്ടിലേക്ക് വന്നു. അമ്മ എന്താടാ ആ റമ്മിൻ്റെ അമ്മയും ഹീറോയിനും അമ്മയും സംസാരിക്കായിരുന്നു. അതെ 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 എൻ്റെ മോക്ക് പേര് ചെയ്യിക്കാൻ നോക്കുമായിരുന്നു. ആ ഓ എന്തായിരുന്നു ഇത് കാര്യം അർജുനും ഹീറോയിൻ്റെ പുറകെ നടക്കും. കാര്യം ഹീറോയുടെ അച്ഛനൊക്കെ അമ്മക്ക് അറിയും. ഇനി വെളിയിൽ നടക്കുന്നത് ഓർമ്മ നോക്കേണ്ടത്. അതെ അതെ അർജുനക്ക് ഹീറോയിനെ ഇഷ്ടമാണ്. അർജുനക്ക് ഞാൻ മാരേജ് കഴിക്കാന്ന് മോനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ അതുകൊണ്ട് ഇങ്ങനെ പറയായിരുന്നു. അതെ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കായിരുന്നു. ആറും ടെൻഷൻ ആയിരുന്നു. എന്താ ഇവിടെ പറയുന്നത് എന്താടാ ആറും എന്താ പറഞ്ഞ അർജുന അതാരാ അതപ്പാ അത് സീനിയറാണ്. ആ ഇതാണ് ചെക്കനെന്ന് ഫോട്ടോ കട്ടെ ചെക്കൻ ആരായിരുന്നു ഷോക്കായിരുന്നു. ഇവൻ്റെ പേര് അർജുന അതെ അതേ ഉള്ളു സീനിയറാ. ഇവർ പഠിച്ചില്ല അവൾക്ക് പഠിച്ചു കഴിഞ്ഞ പിന്നെ അവർക്ക് രണ്ടു മാരേജ് കഴിക്കാന്ന് പറഞ്ഞാണ്. 7 പേർക്ക് ടെൻഷൻ 7 പേർ ഫോട്ടോ നോക്കി അത് നടക്കാനാന്ന് പറഞ്ഞു. എന്താ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് അതെൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല ഞാൻ ഇവിടെ മാരേജ് കഴിക്കും. കാരണം 7 പേർ വാട്സ് പിടിക്കായിരുന്നു. ഹീറോയിൻ്റെ അമ്മക്ക് പുറകേറി പോയി. എന്താപ്പാ നീ പറയുന്നത് ചായ കുടിച്ചായിരുന്നു പുറകേറി പോയി. എന്താടാ അച്ഛനമ്മ 2 പേരും അച്ഛനെ വന്നിട്ട് അവരുടെ 2 പേരും വൈഫിന് സമാധാനമാക്കി. എന്താടാ ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾക്ക് 7 പേർക്ക് ഹീറോയിനെ ഇഷ്ടപ്പെടും. ഞങ്ങൾ 7 പേരും ഹീറോയിനെ മാരേജ് കഴിക്കാതെ വാട്സപ്പ് എന്തപ്പാ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ അല്ലേ അതൊക്കെ ഇപ്പം എന്താ ചെയ്യാനും. 7 പേർ വഴക്ക് പറയായിരുന്നു. ഞങ്ങൾ തന്നെ ഇവിടെ മാരേജ് കഴിക്കുന്നു. അവർ 7 പേർ മുറക്കെ പറയുന്നു വഴക്ക് പറയുന്നു. ശരിടാ ശരിടാ എന്ന് പറയുന്നു. അങ്ങനെ 1 മന്ത് ഇവിടെ ഇരുന്ന് ഹീറോയിൻ കൂടെ ഇട്ട് അവർ പറഞ്ഞു ശരിടാ എന്ന് 2 പേർക്ക് 7 പേർക്ക് ഹീറോയിൽ കൂടെ അവർക്ക് എൻഗേജ്മെൻറ്റ് ചെയ്തു. ഹീറോയ്ക്ക് കൺഫ്യൂസായി മോം എന്താ അമ്മ ഈ പറയുന്നു. അങ്ങനെ ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അവർക്ക് 1 മന്ത് ഇവിടെ